ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോർഡിനേഷൻ പഠിച്ചുകൊണ്ടാണ്. എന്താണ് കോർഡിനേഷൻ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഒപ്പം തന്നെ കോർഡിനേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, കൂടാതെ കോർഡിനേഷന്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഏതെല്ലാമാണെന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. ബിസിനസ് മാനേജ്മെന്റിന്റെയും മാനേജറൽ എക്കണോമിക്സിന്റെയും മറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐ ബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കോർഡിനേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് യൂണിറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. കോർഡിനേഷൻ ഒരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന നിലയിൽ it refers to the process of integrating the activities of different units of an organization. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല സെക്ഷൻസ് ഉണ്ടാകാം. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, സംയോജിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മാനേജ്മെൻറ്റിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ, ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ കോർഡിനേഷൻ നടത്തുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഗോളുകൾ നേടുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു ഡെഫിനേഷൻ നോക്കാം കോർഡിനേഷൻ്റെ. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, കോർഡിനേഷൻ ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എസൻസ് എന്നറിയപ്പെടുന്നത് കോർഡിനേഷൻ ആണ്. അപ്പോൾ സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടൊക്കെ ചില എക്സാമിന് ചോദിക്കാറുണ്ട്, ഏതാണ് മാനേജ്മെന്റിന്റെ എസൻസ് എന്നറിയപ്പെടുന്നത്? അത് കോർഡിനേഷൻ ആണ്, അല്ലേ? ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ഹാർമണി ഓഫ് ഇൻഡിവിജ്വൽ എഫോർട്സ് ടുവേർഡ്സ് ദി അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫോർട്ടുകളെ അതിനെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സ്വരച്ചേർച്ചയോടുകൂടി അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന പ്രക്രിയയാണ് ടുവേർഡ്സ് ദി അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. ആ സ്ഥാപനത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഗോൾ നേടുന്നതിന് വേണ്ടി ഇൻഡിവിജ്വൽസിൻ്റെ എഫോർട്സിനെ നമ്മൾ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന, അതിനെ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് കോർഡിനേഷൻ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. നല്ലൊരു കോർഡിനേഷന് ഉള്ള പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൻ്റെ തത്വങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആണ്, ഒപ്പം തന്നെ എവർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് എംഫസൈസസ് യൂണിറ്റി ഓഫ് എഫോർട്ട് ടു അച്ചീവ് ദ ഡിസൈഡ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ കോർഡിനേഷൻ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി, ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി യൂണിറ്റി ഓഫ് എഫോർട്സ്, പ്രയത്നങ്ങളുടെ ഒരുമിപ്പിക്കൽ, അല്ലെങ്കിൽ പ്രയത്നങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് ഈ കോർഡിനേഷൻ എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നത്. മേരി പാർക്കർ പൊള്ളറ്റ് ഗേവ് ദ ഫോളോവിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ മേരി പാർക്കർ പൊള്ളറ്റ് ആണ് താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺട്രാക്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺട്രാക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡയറക്റ്റ് കോൺടാക്ട് എമംഗ് ദി റെസ്പോൺസിബിൾ പേഴ്സൺ ത്രൂ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതായത് കോർഡിനേഷൻ നടത്തുന്നതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കോൺടാക്ട് ചെയ്യുന്നു, ത്രൂ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പരസ്പരം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരസ്പരമുള്ള ബന്ധം വെച്ചുകൊണ്ട് നേരിട്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നേരിട്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് കോർഡിനേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. ആളുകൾ നേരിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് കോർഡിനേഷൻ നടത്തുന്നു. അത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റ് കോൺടാക്ട് എന്നുള്ള പ്രിൻസിപ്പിളാണ്. ഏർലി സ്റ്റേജസ്. ഏർലി സ്റ്റേജസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. കോർഡിനേഷൻ മസ്റ്റ് സ്റ്റാർട്ട് അറ്റ് ദി ഏർലി സ്റ്റേജ് ഓഫ് പ്ലാനിംഗ് പ്രോസസ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ഒരു പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ആണെങ്കിലും പോളിസി ഫോർമുലേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോർഡിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഒരു പ്ലാനിങ് ആരംഭിക്കുമ്പോൾ തന്നെ കോർഡിനേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. മെമ്പേഴ്സ് ഷുഡ് ബി ഇൻവോൾവ്ഡ് ഇൻ ദി സ്റ്റേജ് ഓഫ് ഗോൾ സെറ്റിംഗ് ഇറ്റ്സെൽഫ്. ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ ഗോൾ സെറ്റിംഗ്, ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയം തന്നെ, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന സമയം തന്നെ അവരതിൽ പങ്കാളികളാക്കണം. സോ ദാറ്റ് ദേ വിൽ കോപ്പറേറ്റ് വിത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. അങ്ങനെ വരുമ്പോൾ ആ പ്ലാൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവരുടെ കോപ്പറേഷൻ ഉണ്ടാവും. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ കോർഡിനേഷൻ നമുക്ക് എളുപ്പമാണ്. കോപ്പറേഷനും കോർഡിനേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം പറയുന്നതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. നമുക്കിനി മൂന്നാമത്തത് നോക്കാം. റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ്. എന്താണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്? Mary Parker Follett said that all factors in a situation
ആർ റെസിപ്രോക്കലി റിലേറ്റഡ്. ഒരു സാഹചര്യത്തിൽ ഒരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ എല്ലാ കാര്യങ്ങളും റെസിപ്രോക്കലി റിലേറ്റഡ് ആണ്. റെസിപ്രോക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് മ്യൂച്വലായിട്ട് പരസ്പരമുള്ള എന്നുള്ള അർത്ഥമാണ്. ഫോർ എക്സാമ്പിൾ, ഈ എ വർക്ക് വിത്ത് ബി, എ എന്ന് പറയുന്ന വ്യക്തി ബിയുടെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈച്ച് ഇൻഫ്ലുവൻസ് ഓഫ് ദി അതർ, ഓരോരുത്തരും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ദ അതർ ആൻഡ് ബോത്ത് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾ പീപ്പിൾ ഇൻ ദി എൻ്റയർ ഓർഗനൈസേഷൻ. എയും ബിയും ചെയ്യുന്ന വർക്കുകൾ ആ സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാരാലും അവരുടെ പ്രവൃത്തികളാലും സ്വാധീനിക്കുന്നുണ്ട്. ഓരോ പ്രവൃത്തികളും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, പരസ്പരം റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. എന്താണ് കണ്ടിന്യൂറ്റി പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക? ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് നെവർ എൻഡിങ് പ്രോസസ്. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നിരന്തരം തുടരുന്ന ഒരു പ്രക്രിയയാണ്. നെവർ എൻഡിങ് പ്രോസസ്സാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ് അല്ലേ. കോർഡിനേഷൻ ഷുഡ് ബി എക്സർസൈസ്ഡ് ആസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി സോ ലാങ് ആസ് ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം തുടർന്ന് പോകേണ്ടതുണ്ട്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് കോർഡിനേഷൻ ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് കോർഡിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, when a particular department affects other function or department, it is in turn affected by other department or function. നമ്മൾ അതിവിടെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം മ്യൂച്വലി റിലേറ്റഡ് ആണ്, പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇഫ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കട്ട്സ് ഡൗൺ ദ പ്രൊഡക്ഷൻ വോളണ്ടറിലി ടു സ്യൂട്ട് ദ fall in സെയിൽസ് കപ്പാസിറ്റി ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. നോക്കുക, ഇവിടെ സെൽഫ് കോർഡിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടോ മറ്റോ സെയിൽസിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വോളണ്ടറിലി അവർ സ്വയം തന്നെ പ്രൊഡക്ഷനിൽ കുറവ് വരുത്തുക എന്ന് പറയുന്നത് സെൽഫ് കോർഡിനേഷൻ ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകണം. സെയിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പാദനം കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കുന്നതിന് കാരണമാകും അല്ലേ. അപ്പം അതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സെയിൽസ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കണ്ടുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രൊഡക്ഷനിൽ കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് കോർഡിനേഷൻ എന്ന് പറയുക. അവർ സ്വയം തന്നെ വോളണ്ടറിലി ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഇറ്റ് ഈസ് കേസ് ഓഫ് സെൽഫ് കോർഡിനേഷൻ, അതിനെയാണ് സെൽഫ് കോർഡിനേഷൻ എന്ന് പറയുക. ഇനി നമുക്ക് ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ, കോർഡിനേഷന്റെ ടെക്നിക്സുകൾ അല്ലെങ്കിൽ കോർഡിനേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മാനേജേഴ്സ് യൂസ് എ വെറൈറ്റി ഓഫ് ടെക്നിക്സ് ഫോർ അച്ചീവിംഗ് കോർഡിനേഷൻ. ദ മെയിൻ ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് കോർഡിനേഷൻ ആർ ആസ് ഫോളോസ്. പലതരത്തിലുള്ള ടെക്നിക്കുകൾ മാനേജ്മെന്റ് കോർഡിനേഷനോട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് താഴെ കൊടുക്കുക. ഒന്ന് സൗണ്ട് പ്ലാനിങ്. സൗണ്ട് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങിനെയാണ് സൗണ്ട് പ്ലാനിങ് എന്നോട് ഉദ്ദേശിക്കുക. ഇപ്പോൾ കോർഡിനേഷൻ ഫെസിലിറ്റേറ്റ്സ് സൗണ്ട് പ്ലാനിങ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ പ്ലാനിങ് ഫലപ്രദമാകണമെങ്കിൽ, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ അവിടെ കോർഡിനേഷൻ അത്യാവശ്യമാണ്. കോർഡിനേഷൻ ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കോർഡിനേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൗണ്ട് പ്ലാനിങ്ങിലും കോർഡിനേഷൻ ആവശ്യമാണ്. ദ പ്ലാൻ, പോളിസീസ് ആൻഡ് കോംപ്രിഹെൻസീവ് പ്രോഗ്രാംസ്. അപ്പോൾ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസികൾ, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതെല്ലാം പ്രിഫർ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ. അവിടെ എല്ലാം അത്യാവശ്യമായിട്ട് വേണ്ടത് ആക്ടിവിറ്റീസിന്റെയും ഇൻഡിവിജ്വൽസിന്റെയും ഏകോപനമാണ്, കോർഡിനേഷനാണ്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ക്രിയേറ്റ് യൂണിഫോമിറ്റി ഇൻ റിപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും റൂൾസും പോളിസിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയറുകളും റൂളുകളും ഒരേപോലെയുള്ള നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പ്രൊസീജിയറും റൂളും ഇറ്റ് ക്രിയേറ്റ് യൂണിഫോമിറ്റി ഇൻ റിപ്പിറ്റേറ്റീവ് ഓപ്പറേഷൻസ്. റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഒരേപോലെ തന്നെ ചെയ്യുന്നതിന് വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. ദസ് കോർഡിനേഷൻ ഈസ് റിഗാർഡഡ് ആസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് സൗണ്ട് പ്ലാനിങ്. അപ്പോൾ സൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ അത് നടപ്പിലാക്കണമെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളുടെയും ഇൻഡിവിജ്വൽസിന്റെയും മറ്റ് ആക്ടിവിറ്റീസിന്റെയും എല്ലാം ഏകോപനം ആവശ്യമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ സൗണ്ട് പ്ലാനിങ് അത് കോർഡിനേഷന്റെ ഒരു ടെക്നിക്കാണ്. അടുത്ത വെൽ ഡിഫൈൻഡ് ഗോൾസ് ആണ്. ദ ഫസ്റ്റ് മീൻസ് ഓർ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ ആർ വെൽ ഡിഫൈൻഡ് ഗോൾസ്. ഇവിടെ മീൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർഗങ്ങൾ എന്നാണ് അർത്ഥം. ഓർ ടെക്നിക്സ് ഓഫ് കോർഡിനേഷൻ, കോർഡിനേഷൻ നടപ്പിലാക്കാനുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മാർഗങ്ങൾ. മാർഗം എന്ന് അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ആർ വെൽ ഡിഫൈൻഡ് ഗോൾസ്. ഗോൾസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ദ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ്. നല്ല രീതിയിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിർവചിച്ചിരിക്കണം.
ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദി ഓർഗനൈസേഷൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓരോ ഇൻഡിവിജ്വലും ആ ഓർഗനൈസേഷനിലെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇഫ് ദി ഗോൾസ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ് ദ കോർഡിനേഷൻ മേ നോട്ട് എഫക്റ്റീവ്. ഇപ്പോൾ ഗോൾസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഗോളുകൾ വ്യക്തമല്ല എങ്കിൽ, അല്ലെങ്കിൽ വേഗമാണെങ്കിൽ, അവ്യക്തമായിട്ടുള്ള ഗോളുകളാണെങ്കിൽ കോർഡിനേഷൻ, നമുക്ക് എങ്ങോട്ടാണ് കോർഡിനേറ്റ് ചെയ്തിട്ട് പോകേണ്ടതെന്ന് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് കോർഡിനേഷൻ മേ നോട്ട് എഫക്റ്റീവ്, അത് എഫക്റ്റീവ് ആകണമെന്നില്ല. അടുത്തത് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അത് നല്ല രീതിയിലുള്ള ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ കോർഡിനേഷൻ ഇസ് ദി സോൾ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സോൾ ആണെന്നും നമുക്ക് കോർഡിനേഷന് പറയാം. മാനേജ്മെൻറ്റിൻ്റെ ആത്മാവാണ് കോർഡിനേഷൻ എന്ന് പറയാം. കോർഡിനേഷൻ ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് എ സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു സൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ല എങ്കിൽ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഈച്ച് ആൻഡ് എവരി പൊസിഷൻ ആൻഡ് എംപ്ലോയി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഓരോ വ്യക്തിയുടെയും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതിനെയാണ് സൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. അങ്ങനെ സൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കോർഡിനേറ്റ്. കോർഡിനേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതാണ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം. അത് കോർഡിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ്. ഇനി കോർഡിനേഷൻ ഉപയോഗിക്കുന്ന അടുത്ത ടെക്നിക്കാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് പേഴ്സൺസ്. ഇപ്പോൾ കോർഡിനേഷന് ആളുകൾക്കിടയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കോർഡിനേഷൻ്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ നമുക്കവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വിതൗട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതിനുവേണ്ടി കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. വിതൗട്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കോർഡിനേഷൻ മേ നോട്ട് ബി സക്സസ്ഫുൾ. കോർഡിനേഷൻ അത് സക്സസ്ഫുൾ ആകണമെന്നില്ല. ദ ഐഡിയാസ് ഒപ്പീനിയൻ ഷുഡ് ബി ഇന്റർചേഞ്ച്ഡ് ഫ്രീലി. ആളുകൾക്കിടയിലുള്ള ഐഡിയകൾ, ഒപ്പീനിയൻസ് ദാറ്റ് ഷുഡ് ബി ഇന്റർചേഞ്ച്ഡ് ഫ്രീലി. അത് പരസ്പരം ഫ്രീ ആയിട്ട് തടസ്സങ്ങളില്ലാതെ തന്നെ അത് കൈമാറേണ്ടതാണ്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ ദാറ്റ് ഈവൻ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെർ ലിമിറ്റേഷൻ, പൊസിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. ഇൻഡിവിജ്വലിന്, അവിടെയുള്ള വ്യക്തികൾക്ക്, ജീവനക്കാർക്ക് ഓരോരുത്തരുടെയും ലിമിറ്റേഷൻസ് എന്താണ്, അവരുടെ പരിമിതികൾ എന്താണ്, അവരുടെ പൊസിഷൻ എന്താണ്, ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ അവർ നിർവഹിക്കേണ്ട ചുമതലകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് കോർഡിനേഷൻ. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ കോർഡിനേഷൻ സാധ്യമാകുന്നുണ്ട്. Therefore it is also an important means of coordination. അപ്പോൾ അത് കോർഡിനേഷൻ നടപ്പിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം ആണ്. ഇനി പ്രോപ്പർ ലീഡർഷിപ്പും കോർഡിനേഷനും മറ്റൊരു ടെക്നിക്കാണ്. പ്രോപ്പർ ലീഡർഷിപ്പ് ലീഡ്സ് ടു ദി സബോർഡിനേറ്റ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് കേപ്പബിളി. ഒരു നല്ലൊരു ലീഡർഷിപ്പ് ആണെങ്കിൽ, നല്ലൊരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് സബോർഡിനേറ്റ്സിനെ കാര്യക്ഷമമായിട്ടും കഴിവോടുകൂടിയും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നു. എ ഗുഡ് മാനേജീരിയൽ ലീഡർ യൂസസ് ദ മോട്ടിവേഷണൽ ടൂൾസ് ടു കോർഡിനേറ്റ് ദ എംപ്ലോയീസ് വിത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ നല്ലൊരു ലീഡർ അവിടെ ഉണ്ടെങ്കിൽ കോർഡിനേഷൻ നടത്തുന്നതിന് വേണ്ടി അയാൾ എഫക്റ്റീവായിട്ടുള്ള മോട്ടിവേഷണൽ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ അവരെ നയിക്കുന്നു. ഇൻ ഷോർട്ട്, കോർഡിനേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ പ്രോപ്പർ ലീഡർഷിപ്പ്. ഇപ്പോൾ കോർഡിനേഷൻ ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് കോർഡിനേഷൻ നടപ്പിലാക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതിന് യോജിച്ച ഒരു നേതൃത്വം ഉണ്ടായേ മതിയാവൂ. അടുത്തത് പ്രോപ്പർ സൂപ്പർവിഷനാണ്. കോർഡിനേഷനെ സഹായിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് സൂപ്പർവിഷൻ. സൂപ്പർവൈസേഴ്സ് കോർഡിനേറ്റ് ദ സബോർഡിനേറ്റ്സ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം ഡയറക്റ്റിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ആണ് സൂപ്പർവൈസിങ്. ഇപ്പോൾ സൂപ്പർവൈസേഴ്സ് ഒരു സബോർഡിനേറ്റ്സിനെ നയിക്കുന്ന, അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കനോട്ട് കോർഡിനേറ്റ് ഓൾ എംപ്ലോയീസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരെയും ഡയറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഈ കോർഡിനേഷൻ പോസിബിൾ ആക്കുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. ഇൻ ഷോർട്ട്, പ്രോപ്പർ സൂപ്പർവിഷൻ ഹെൽപ്സ് എഫക്റ്റീവ് കോർഡിനേഷൻ. അപ്പോൾ നല്ല രീതിയിലുള്ള സൂപ്പർവിഷൻ ആണെങ്കിൽ ഇത് കോർഡിനേഷനെ അത് സഹായിക്കുന്നുണ്ട്. അടുത്തത് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ് ആണ്. കമ്മിറ്റികളുടെ രൂപീകരണം. എ കമ്മിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എൻട്രസ്റ്റഡ് വിത്ത് ഫങ്ഷൻസ് കളക്റ്റീവ്ലി ആസ് എ ഗ്രൂപ്പ്. ഇവിടെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ കളക്റ്റീവായിട്ട് ഒരുമിച്ച് ഫങ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി എൻട്രൻസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കുറേ ആളുകളെ കമ്മിറ്റിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കമ്മിറ്റികളുടെ രൂപീകരണം കോർഡിനേഷന് അത്യാവശ്യമാണ്. ദ ഡിസിഷൻ ഓഫ് കമ്മിറ്റി ആർ ഈസി ടു ബി ഇംപ്ലിമെൻറ്റഡ്. ആസ് ഓൾ ഹു ആർ റെപ്രസെൻറ്റഡ് ആർ ബൗണ്ട് ടു ഫോളോ കമ്മിറ്റി ഡിസിഷൻ. അപ്പോൾ നമ്മളൊരു കമ്മിറ്റിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തതിന് ശേഷം അതിലെടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. കാരണം ആ കമ്മിറ്റിയിൽ ആ തീരുമാനങ്ങളെ എല്ലാവരും അംഗീകരിച്ചാണ്, അല്ലേ? അപ്പോൾ ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും
അവരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. ഇറ്റ് പ്രൊമോട്ട്സ് കോർഡിനേഷൻ ത്രൂ ബെറ്റർ ആൻഡ് ഫ്രീ ഇന്റർചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ്. ഇപ്പോൾ ഇവിടെ കമ്മിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ ഐഡിയകൾ ഷെയർ ചെയ്തുകൊണ്ട്, ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ് എല്ലാം പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കോർഡിനേഷൻ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഓൾ ഹു ആർ റെപ്രസെന്റഡ് ഇൻ ദി കമ്മിറ്റി, കമ്മിറ്റിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന ഓരോ കമ്മിറ്റി അംഗങ്ങളും ആർ ബൗണ്ടഡ് ടു ഫോളോ ദ കമ്മിറ്റി ഡിസിഷൻ, ആ കമ്മിറ്റിയുടെ ഡിസിഷൻ പാലിക്കാൻ വേണ്ടി അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇനി അവസാനത്തത് ഇൻസെന്റീവ്സ് ആണ്. ഇൻസെന്റീവ്സ് റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് എൻകറേജ് സംവൺ ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുക, അല്ലേ? ഇൻ ദി കോർഡിനേഷൻ ഇൻസെന്റീവ് മേ ബി യൂസ്ഡ് ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഇൻസെന്റീവുകൾ കൊടുത്തുകൊണ്ട് ആളുകളെ നമുക്ക് കൂടുതൽ സംതൃപ്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കോൺഫ്ലിക്റ്റുകൾ, ആശയ ഭിന്നതകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഫോർ ഇൻസ്റ്റൻസ്, പ്രോഫിറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ടീം സ്പിരിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ, ഒരു ടീം സ്പിരിറ്റോടെ ആളുകൾ വർക്ക് ചെയ്യുന്നതിനും കോപ്പറേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സും എംപ്ലോയീസും തമ്മിൽ കോപ്പറേറ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റിന്റെ ഷെയറിംഗ് നടക്കും. പ്രോഫിറ്റിന്റെ വീതം എംപ്ലോയീസിനും കൈമാറും എന്നുള്ളത് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസെന്റീവായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സ്കീമുകൾ എംപ്ലോയീസും വർക്കേഴ്സും തമ്മിലുള്ള കോർഡിനേഷനും കോപ്പറേഷനും അത് വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് കോഓർഡിനേഷനും കോഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് കൂടി നോക്കാം. കോഓർഡിനേഷനും കോഓപ്പറേഷനും രണ്ടും ഡിഫറൻ്റ് ആണ്. കോഓർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫോർട്ട് ടു ബ്രിങ് ടുഗദർ ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. കോഓർഡിനേഷൻ എന്ന് പറയുന്നത്, ഏകോപനം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് എഫോർട്ട്, അത് വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ബോധപൂർവം ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എഫോർട്ടാണ്. ബോധപൂർവം ചെയ്യുന്ന ഒരു എഫോർട്ടാണ്. ടു ബ്രിങ് ടുഗദർ ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽ, പലതരത്തിലുള്ള ഇൻഡിവിജ്വലിൻ്റെ എഫോർട്ടുകളെ, ആക്ടിവിറ്റീസിനെ നമ്മൾ ടുഗദർ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് നേടുന്നതിന് വേണ്ടി. എന്നാൽ കോഓപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം എന്ന് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദി കളക്റ്റീവ് എഫോർട്ട്സ് ഓഫ് പീപ്പിൾ ഹു അസോസിയേറ്റ് വോളണ്ടറിലി ടു അച്ചീവ് ദ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആളുകൾ വോളണ്ടറിലി അസോസിയേറ്റ് ചെയ്യുന്നതിനെ, അവർ സഹകരിക്കുന്നതിനെയാണ് കോഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഈ പറയുന്ന കോഓർഡിനേഷൻ. പക്ഷേ കോഓപ്പറേഷനിൽ എന്താണ്? ആളുകൾ വോളണ്ടറിലി സ്വയം സഹകരണം വാഗ്ദാനം ചെയ്യുകയാണ്, അല്ലേ? ഇനി അത് തന്നെയാണ് കോഓപ്പറേഷൻ ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. അതുകൊണ്ട് കോഓപ്പറേഷൻ നമുക്ക് ഒരു വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയാം. അവർ സ്വമനസാല ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ കോർഡിനേഷൻ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. കോർഡിനേഷൻ ഈസ് ദി കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അസോസിയേഷൻ. ബോധപൂർവം അത് ഇവിടുത്തെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതാണ് കോർഡിനേഷൻ. അവരുടെ കഴിവ് എത്രമാത്രമുണ്ടോ, ഒരു ലീഡർ, അത് നയിക്കുന്ന സ്ഥാപനത്തെ നയിക്കുന്ന ആളുകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും കോർഡിനേഷൻ കൂടുതൽ ഉണ്ടാവുക. ഇനി കോഓപ്പറേഷൻ ഒറിജിനേറ്റ്സ് ഔട്ട് ഓഫ് ഇൻഫോർമൽ റിലേഷൻസ്. മിക്കവാറും കോഓപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന, സഹകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻസ് പരസ്പരം കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ സഹകരണം കാണിക്കും. വൈൽ കോർഡിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻസ്. എന്നാൽ കോർഡിനേഷൻ സാധ്യമാക്കുന്നത് അത് ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയും ഒപ്പം തന്നെ ഇതുപോലുള്ള ഇൻഫോർമൽ റിലേഷൻഷിപ്പിലൂടെയും ഈ കോർഡിനേഷൻ സാധ്യമാക്കാവുന്നതാണ്. അടുത്തത് കോഓപ്പറേഷൻ ഈസ് എ നെസസറി ബട്ട് നോട്ട് എ സഫീഷ്യന്റ് കണ്ടിന്യൂഷൻ ഓഫ് കോർഡിനേഷൻ. ഇപ്പോൾ കോർഡിനേഷൻ നടപ്പിലാക്കുന്നതിന് കോഓപ്പറേഷൻ ആവശ്യമാണ്, പക്ഷെ അതൊരു നെസസറി കണ്ടീഷൻ അല്ല. അത് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കോർഡിനേഷൻ നടപ്പിലാക്കൂ എന്നില്ല. അടുത്തത് കോഓപ്പറേഷൻ ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ബട്ട് ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ഗ്യാരണ്ടി കോർഡിനേഷൻ. ഇവിടെ കോഓപ്പറേഷൻ കോർഡിനേഷനെ സഹായിക്കുന്നുണ്ട്, ബട്ട് ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ഗ്യാരണ്ടി കോർഡിനേഷൻ. ഇവിടെ കോഓപ്പറേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കോർഡിനേഷൻ നടക്കണമെന്നില്ല. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള എഫോർട്ട് അതിനുവേണ്ടി എടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാമാണ് കോർഡിനേഷനും കോഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നു. നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വേറൊരു ദിവസം കാണാം.